മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മറിയം ഡിസൈൻസ്. ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു അബായ ഡിസൈൻ ചെയ്തെടുക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ സിമ്പിളായിട്ട് നമുക്കൊരു അബായ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അതിൻ്റെ നെക്ക് ക്രോസ് ഇട്ട് തയ്ക്കുന്ന കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഡോറി വെച്ച് ഡിസൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ചിലവില്ലാതെ അബായ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കട്ടിങ് വീഡിയോ ഇതിനു മുമ്പ് ഇതേ സെയിം മോഡലിൽ ഒരു അബായ സ്റ്റിച്ച് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിൻ്റെ കൂടുതൽ തയ്യൽ തുമ്പും കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിൻ്റെ കൂടുതൽ സ്ലീവ് ലെങ്ത്തും അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ കട്ടിങ് വരുന്നില്ല. നെക്ക് ഞാൻ ഇച്ചിരി വൈഡായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഓപ്പണിങ് കൊടുക്കുന്നില്ല. അപ്പോൾ 3 ഇഞ്ച് അകലം കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ കട്ടിങ് വരുന്നില്ല. നേരെ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്തോടെ അതിൻ്റെ കൂടുതൽ അതിൻ്റെ തയ്യൽ തുമ്പോടെ ആഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെസ്റ്റിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വളച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമുക്ക് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും ഓരോ മാർക്കിംഗ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഡോറി വെച്ച് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിടർത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ആ മടക്കി ഇടുന്ന സമയത്ത് തന്നെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ ജപ്പാൻ ഡോറി എന്നാണ് ഇതിന് പറയുന്നത്. നമുക്ക് പർദ്ദയുടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ മെറ്റീരിയൽസൊക്കെ മേടിക്കുന്ന കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതുപോലെ റോളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ചെറിയ റോളും ഉണ്ട്, വലിയ റോളും ഉണ്ട്. ഞാനിത് വലുതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുത് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചാലും മതി. 6-7 രൂപയൊക്കെ മുടക്ക് വരുന്നുള്ളൂ നമുക്കൊരു മീറ്ററിന്. അപ്പോൾ അങ്ങനെയുള്ളത് മേടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസ് എടുക്കുക കേട്ടോ. ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ 2 സൈഡിലേക്കും 1/2 ഇഞ്ച് വീതം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ 2 ഡോറി ഒരേ ലെവലിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വീതം 2 സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് 1 ഇഞ്ചായില്ലേ. അങ്ങനെ രണ്ടും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ ഡോറി വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ നെക്കിൻ്റെ ആ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം നമ്മളിത് വരച്ച് ലെവലാക്കി തന്നെ വരച്ചെടുക്കണം. അതിന് ശേഷം ഇത് വെച്ച് തയ്ക്കാവുള്ളൂ. ഇല്ലെങ്കിൽ തയ്ക്കുന്ന സമയത്ത് വളഞ്ഞു പോയാൽ ഫുള്ളായിട്ട് നോക്കുമ്പോൾ പൊളഞ്ഞിരിക്കും. അപ്പോൾ വൃത്തികേടായിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഒരേ ലെവലിന് തന്നെ പോകണം. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പിടുത്തം ഉണ്ടാവും മെഷീനിൽ. അപ്പോൾ നമുക്കതൊന്ന് പയ്യെ ഇതുപോലെ ബാക്കിൽ നിന്ന് വലിച്ചു കൊടുക്കാം. അതുപോലെ ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം ഡോറി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. നെക്ക് തയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഡോറി കയറിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഡോറി വെക്കുമ്പോൾ പർദ്ദയുടെ മെറ്റീരിയൽ ചുളിവ് വീഴാതെ നന്നായിട്ട് ശ്രദ്ധിച്ച് വളരെ സ്പീഡ് കുറച്ച് തന്നെ തയ്ക്കണം. അപ്പോൾ അബായയുടെ മെറ്റീരിയൽ നമ്മുടെ സൈഡിലേക്ക് ആദ്യം ഒന്ന് പയ്യെ വലിച്ചു കൊടുക്കുക. അതിനുശേഷം ഡോറി വലിക്കാതെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നീട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഇതുപോലെ വലിച്ചു കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ചുളിവ് വീഴാതെ നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചുളിവില്ലാതെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഒരു ലൈനോടെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പുറ സൈഡിൽ, അതും അതിൻ്റെ മുകളിലേക്കും ഇപ്പോൾ ഈ ചെയ്ത രീതിയിൽ തന്നെ ഡോറി വെച്ച് കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ സ്പീഡ് കുറച്ച് ചെയ്യണം കേട്ടോ. നമുക്ക് ആകെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ പാട് വരുന്നത് ഇത് ഡോറി വെച്ച് കൊടുക്കലാണ്. അത് ഇച്ചിരി സ്പീഡ് കുറച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ചുളിവൊന്നുമില്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 2 സൈഡിലേക്കും ഉള്ളത് താഴെ വരെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വലിയ ചുളിവൊന്നും വന്നിട്ടില്ല. ഇനി ചെറിയ ചുളിവുകളും കാര്യങ്ങളും സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും ഉണ്ടാവില്ല. അത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് അയൺ ചെയ്യുമ്പോൾ അത് ഫിനിഷായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് 2 സൈഡിലേക്കും ഓരോ ലൈൻ വീതം കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തതിൽ 5 എന്നുള്ള പോയിന്റ് വെച്ചിട്ട് 2 സൈഡിലേക്കും 5 വീതം മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരേ സമയത്ത് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് വിടാം കേട്ടോ.
അല്ലെങ്കിൽ നമുക്ക് സെൻറ്ററിൽ നിന്ന് 5 ഇഞ്ച് ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ വേണം അപ്പുറ സൈഡിലേക്കും 5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ 5 എന്നുള്ള ആ പോയിൻ്റ് സെൻറ്റർ പോയിന്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് 5 വീതം, അപ്പോൾ 0യിലും 10ലും അടയാളപ്പെടുത്തി കൊടുത്താൽ രണ്ട് സൈഡിലേക്ക് ഈക്വലായിട്ട് 5 ഇഞ്ച് വീതം നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ മെഷർമെൻറ്റ് തന്നെ സെയിം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ലെവലായിട്ട് തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. പാട് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കെയിൽ എന്തെങ്കിലും വെച്ച് കൊടുത്ത് തന്നെ വരച്ച് കൊടുക്കണം കേട്ടോ. വരച്ചതിന് ശേഷം മാത്രം മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് ലെവൽ മാറിപ്പോകും. അപ്പോൾ മൊത്തത്തിൽ ഫുള്ളായിട്ട് നോക്കുമ്പോൾ ചെരിഞ്ഞിരിക്കും, ഡോറ് ചെരിഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലേക്കും നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മറ്റേത് വെച്ച പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫുള്ള് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് കഴുത്ത് അല്പം വൈഡായിട്ട് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 3 ഇഞ്ച് അകലവും 3 ഇഞ്ച് ഇറക്കവുമാണ് ഫ്രണ്ടിന് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ക്രോസ് ആയിട്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 1.25 ഇഞ്ച് വിട്ട് മതി കേട്ടോ. അതിൽ കൂടുതലായാൽ അകലം നമ്മുടെ ഒത്തിരി ആയിട്ട് തയ്യൽ തുമ്പ് വരുമ്പോൾ ഒത്തിരി ഇങ്ങനെ പൊളഞ്ഞിരിക്കും. അപ്പോൾ പൊളച്ചിലില്ലാതെ തയ്ക്കണമെങ്കിൽ നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ 1.25 ഇഞ്ച് വിട്ടിൽ വെട്ടിയെടുത്ത പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നെക്കിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക, നെക്കിലേക്ക് വെച്ച് കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി കേട്ടോ. ഒരു പ്രസ് വീതിക്കുള്ളത് ഇട്ടാൽ മതി, 1/2 ഇഞ്ച് ഇട്ട് കൊടുക്കണ്ട. സാധാരണ നെക്ക് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ ഇട്ട് തയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യണ്ട, ക്രോസ് ആയതുകൊണ്ട് നമ്മളത് പതിച്ചടിക്കുന്ന സമയത്ത് പൊളച്ചിൽ വന്ന് വൃത്തികേടായിട്ട് പോകും. അതുകൊണ്ട് എല്ലാവരും പറയാറുണ്ട് ക്രോസ് നെക്ക് അടിക്കുമ്പോൾ എന്നെ പൊളഞ്ഞു പോകുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ വളരെ ഫിനിഷായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ആ ഉൾഭാഗത്ത് ഒന്ന് ഇതുപോലെ കട്ടിട്ട് കൊടുക്കുക. പിന്നീട് ഈ തയ്യൽ തുമ്പും നമ്മുടെ ക്രോസ് പീസും കൂടെ ഉൾഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ നമ്മൾ മടക്കി വെക്കുന്ന സമയത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടാവും തയ്യൽ തുമ്പ്, അതെല്ലാം ഇതുപോലെ ചേർത്ത് വെച്ച് കട്ട് ചെയ്ത് കളയുക. അപ്പം ആ ക്രോസ് പീസും മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗത്തുള്ള തുണി കട്ട് ചെയ്ത് കളയുക കേട്ടോ. ഇനി അതിന് ശേഷം ഇതുപോലെ പതിച്ച് വെച്ച് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നെക്ക് കിട്ടും. ഒട്ടും ചുളിവില്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഒട്ടും ചുളിവില്ലാതെ നിങ്ങൾക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ നെക്ക് ഫ്രണ്ട് തയ്ച്ച പോലെ തന്നെ നമുക്ക് ബാക്കും ക്രോസ് ഇട്ട് തയ്ച്ചെടുക്കാം. തയ്ച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉൾഭാഗത്ത് വരുന്ന തയ്യൽ തുമ്പുകൾ ഞാൻ ഫ്രണ്ടിൽ കട്ട് ചെയ്ത് കളഞ്ഞ പോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ മടക്കി വെച്ച് കൊടുക്കുമ്പോൾ ഈ എക്സ്ട്രാ വരുന്നത് പുറത്തേക്ക് കണ്ട് വൃത്തികേടായിട്ട് ഇരിക്കാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നത്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ കവർ ചെയ്തടിക്കുന്നത്. അപ്പോൾ ബാക്ക് പീസ് മെഷീൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ആ ക്രോസിൻ്റെ തയ്യൽ തുമ്പ് ഉണ്ടല്ലോ നമ്മൾ എക്സ്ട്രാ കിടക്കുന്നത്, അത് ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുത്ത് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് നമ്മളത് ഫ്രണ്ട് അടിച്ച പോലെ പതിച്ചടിക്കാതിരുന്നത്. ആദ്യമേ ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മളത് പതിച്ചടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കൈയൊക്കെ ഒരേ ലെവലിന് തന്നെ വരാൻ പാകത്തിന് ഒപ്പം പിടിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്തെടുക്കുക, പിന്നെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ 2 സ്ലീവിൻ്റെയും ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊന്ന് പതിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വിടർത്തി എടുത്തിട്ട് മെഷീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റിയിടുക. എന്നിട്ട് നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്ക് നെക്കും നമ്മൾ ഫ്രണ്ട് തയ്ച്ച പോലെ തന്നെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്, ക്രോസ് വെച്ച് തയ്ക്കുമ്പോൾ പൊളഞ്ഞു പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കോ, ഒരു പൊളച്ചിലും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ എക്സ്ട്രാ വന്ന നൂലൊക്കെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ നെക്ക് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവാണുള്ളത്. അപ്പോൾ സ്ലീവ് മടക്കി അടിച്ച് കൊടുക്കണം, രണ്ടറ്റവും മടക്കി അടിച്ച് കൊടുക്കണം. ഇനി നമ്മൾ ആ മടക്കി അടിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ സ്ലീവിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു തയ്യൽ തുമ്പ് പോകുന്നുണ്ടല്ലോ, തയ്യലുണ്ടല്ലോ, ആ തയ്യൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ തയ്യൽ ഏത് പൊസിഷനിലേക്കാണോ ഇരിക്കുന്നതെന്ന് നോക്കുക, ഇതുപോലെ നോക്കണം. അപ്പോൾ ഇത് ഇപ്പുറത്തെ സൈഡിലേക്കാണ് ഇരിക്കണേ. അപ്പോൾ ആ സൈഡിലേക്ക് തന്നെ അതിൻ്റെ തയ്യൽ തുമ്പും വെച്ച് കൊടുത്തിട്ട് വേണം നിങ്ങൾ മടക്കി അടിക്കാൻ. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലേക്കായി പോയാൽ കൈയുടെ സെൻറ്റർ ഭാഗം ഒന്ന് പൊളഞ്ഞിരിക്കും. അപ്പോൾ അത് വരാതെ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ അറ്റത്ത് പതിച്ചടിക്കുന്നതിന് പകരം നമുക്ക് ഈ ഡോറി വെച്ച് കൊടുത്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ അറ്റത്തുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്നുകൂടി വെച്ച് കൊടുക്കാം. ഞാനിവിടെ അറ്റത്തുകൂടി മാത്രം വെച്ച് കൊടുത്തിട്ടുള്ളൂ. സിമ്പിളായിട്ട് മതി. കസ്റ്റമർ പറഞ്ഞതിന് പ്രകാരം ഇതുപോലെ അറ്റത്തുകൂടി മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 ലൈൻ വരച്ചിട്ട് അതിൽ കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയാവും. ഇത് സിമ്പിളായിട്ടുള്ള വർക്കാണ്. അപ്പോൾ അറ്റത്തൂടി ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് 4 or 5 ഇഞ്ച്, അതിൽ കൂടുതൽ വേണ്ട, 4 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട്, അപ്പോൾ അതും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അറ്റത്തുനിന്ന് 4 ഇഞ്ച് ഇതുപോലെ അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് എടുക്കണം. അപ്പോൾ എല്ലാ അളവുകളും പെർഫെക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പ് കണ്ടോ ഞാനത് മറച്ച് വെക്കുന്നത്, അതുപോലെ തയ്യൽ തുമ്പും മറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്കും പെർഫെക്റ്റായിട്ട് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ മുകളിലത്തേക്ക് വെച്ചിട്ട് മുകളിലത്തെ ഡോറി വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ 2 സ്ലീവും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾ ചെയ്തെടുക്കുക. ഈ തയ്യൽ തുമ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകാതെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു പീസും കൂടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരെണ്ണമാണ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കോ താഴേക്കോ ഒരു ലെയർ വെച്ച് കൊടുക്കാം. നമ്മുടെ താഴത്തെ ലെയർ വെച്ച് കൊടുത്തതിലും അതുപോലെ ഒന്നുകൂടെ വെച്ച് കൊടുക്കാം. പിന്നെ സൈഡ് ജോയിൻ ചെയ്തിട്ട് അടിമടക്കി അടിക്കുന്ന പരിപാടിയുള്ളൂ. അപ്പോൾ അതും ചെയ്തെടുക്കുക. നമുക്കൊന്ന് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ ഫിനിഷായിട്ട് തന്നെ നമ്മുടെ ഡോറിയുടെ ഡിസൈനിങ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.